ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? വൃക്ക, കരൾ, ഹൃദയം, പാൻക്രിയാസ്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് പാൻക്രിയാസ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായി ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ഫിനാൻസ് കമ്മീഷൻ, ലോക്പാൽ, നീതി ആയോഗ്, ഗ്രീൻ ട്രിബ്യൂണൽ. പ്ലാനിംഗ് കമ്മീഷന് പകരമായി നീതി ആയോഗാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി, പള്ളിവാസൽ, ശബരിഗിരി, കുറ്റ്യാടി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസലാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി, ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ, ബി.ആർ. അംബേദ്കർ. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ ആണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, ഓക്സിജൻ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏത്? നൈട്രസ് ഓക്സൈഡ് ആണ് ശരിയായ ഉത്തരം. മയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? തലമുടി, നഖം, രക്തം, ക്യാൻസർ. മയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യ ശരീരത്തിലെ തോളലിൽ കാണുന്ന അസ്ഥികളുടെ എണ്ണം എത്ര? 2, 4, 11 അസ്ഥികൾ, 22. തോളലിൽ കാണുന്ന അസ്ഥികളുടെ എണ്ണം 11 ആണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ വേണ്ടുന്ന സമയം എത്ര? 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മുതൽ 6 മിനിറ്റ്, 10 മിനിറ്റ്. രക്തം കട്ടപിടിക്കാൻ 3 മുതൽ 6 മിനിറ്റ് ആവശ്യമാണ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം ഏത്? ജൈവ, ജ്യോതി, സുവർണ, കവുങ്ങിൻ പൂത്താല. നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കവുങ്ങിൻ പൂത്താലയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ ഫുട്ബോൾ താരം ആര്? പി.കെ. ബാനർജി, ഐ.എം. വിജയൻ, തോമസ് മത്തായി വർഗീസ്, സരംഗപാണി രാമൻ. പി.കെ. ബാനർജി ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? 1930, 1942, 1950, 1956. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1930 ആയിരുന്നു. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന നദി ഏത്? പെരിയാർ, ഭാരതപ്പുഴ, അച്ചൻകോവിൽ, ചന്ദ്രഗിരി പുഴ. ഭാരതപ്പുഴയാണ് ശരിയായ ഉത്തരം. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന്? മാർച്ച് 10, ഏപ്രിൽ 11, നവംബർ 12, മെയ് 9. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12-നാണ്. ഭരണഘടന പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനാര്? വെങ്കിട ചെല്ലയ്യ, വെങ്കിടസ്വാമി, വെങ്കിടാചലം, ജെ.എസ്. ആനന്ദ. ഭരണഘടന പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ വെങ്കിട ചെല്ലയ്യയാണ്. താഴെ പറയുന്നവയിൽ ഹൈഡ്രോ കാർബണിന് ഉദാഹരണം ഏത്? ഗ്ലൂക്കോസ്, ആൽക്കഹോൾ, പഞ്ചസാര, ബെൻസീൻ. ഹൈഡ്രോ കാർബണിന് ഉദാഹരണമാണ് ബെൻസീൻ. അസ്ഥിയിലെ പ്രധാന ലവണമേത്? കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം ഫോസ്ഫേറ്റ്, സോഡിയം സൾഫേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്. അസ്ഥിയിലെ പ്രധാന ലവണമേത്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ശരിയായ ഉത്തരം. ചിന്നസ്വാമി സ്റ്റേഡിയം ഏത് സംസ്ഥാനത്താണ്? കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. ചിന്നസ്വാമി സ്റ്റേഡിയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിൽ ആണ്. ലൈംഗിക ബന്ധത്തിന് മുമ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം? ഷേവിംഗ്, വ്യായാമം, ഉറക്കം,
പുളി. ലൈംഗിക ബന്ധത്തിന് മുമ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഷേവിംഗ്.